ഓക്കെ, നമുക്കൊന്ന് കേട്ടോ ക്വസ്റ്റിനെ കുറിച്ച് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ഓർ സർക്കുലർ റിംഗ്? എക്സാമിന് എങ്ങനെയാ വരുന്നതെന്ന് അറിയില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ട് സർക്കിളുകൾക്ക് ഇടയ്ക്കുള്ള പോർഷൻ. ഫസ്റ്റ് ഒരു വലിയ സർക്കിൾ വരയ്ക്കുന്നു, പിന്നെ ഒരു ചെറിയ സർക്കിൾ വരയ്ക്കുന്നു. ഈ രണ്ട് സർക്കിളുകൾക്ക് ഇടയ്ക്ക് കുറച്ച് ഏരിയ ഇല്ലയോ മോനെ? സ്ഥലമില്ലയോ മോനെ? സ്ഥലം. ഇതിനിടയ്ക്ക് കുറച്ച് സ്ഥലമില്ലയോ? അതിനെ വിളിക്കുന്ന പേരാണ് സർക്കുലർ റിംഗ്. അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ. ഇതാണ് ഫോർമുല. എന്താണ്? പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ. ഇനി ക്യാപിറ്റൽ ആർ ആരാന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ബിഗർ സർക്കിൾ. ഓക്കെ, ബിഗർ സർക്കിളിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും സ്മോൾ ആർ റേഡിയസ് ഓഫ് ആരായിരിക്കും? സ്മോളർ സർക്കിൾ. ഓക്കെ, ഇവിടെ രണ്ടും ഉണ്ട്. ശരിയല്ലേ മോനെ? രണ്ടും ഇല്ലയോ? ഇവിടുത്തെ ക്യാപിറ്റൽ ആർ ആരാ? ക്യാപിറ്റൽ ആർ അതാ എത്ര? ഈ ക്വസ്റ്റനിലെ നമ്പർ എത്ര? 2.5. സ്മോൾ ആർ എത്ര? 2. അപ്പൊ ഓക്കെ, ഈ ക്വസ്റ്റനിൽ ക്യാപിറ്റൽ ആർ 2.5, സ്മോൾ ആർ ആരാ മോനെ? 2. Therefore area is equal to പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആരെന്നാണ്? ആർ സ്ക്വയർ. ഞാനൊരു മറ്റൊരു ഫോർമുലയും കൂടെ തൊട്ട് താഴോട്ട് എഴുതിയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത്തിരിയുടെ ബുദ്ധിമുട്ട് കുറയും. എന്താന്ന് കേട്ടോ? ദാറ്റ് ഈസ് പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. നമുക്ക് ഇങ്ങനെ എഴുതാം മോനെ, ആർ പ്ലസ് ആർ ഇൻറ്റു ആരെന്ന് എഴുതാം? ആർ മൈനസ് ആർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്തായിരുന്നു? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ക്യാൻ ബി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അല്ല, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതുപോലെ ഉണ്ടോ? ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ, ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ. ഓക്കെ, അപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ട് ഒഴിവും. ദാറ്റ് ഈസ് പൈ ഇൻറ്റു മനെ ഇനി പറഞ്ഞ വാല്യൂസ് എല്ലാം എന്ന് പറഞ്ഞേ 2.5 പ്ലസ് 2 ഇൻറ്റു 2.5 മൈനസ് 2. ശരിയാണോ അല്ലയോ? ആണല്ലോ. ഇതൊന്ന് കൂട്ടി പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ മോനെ, കൂട്ടി ഒന്ന് പറഞ്ഞേ. 2.5 പ്ലസ് 2 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 2.5 പ്ലസ് 2 4.5 ആണ് കേട്ടോ. 2.5യും 2ഉം കൂടി ചേർന്നാൽ എത്ര ആവും? 4.5. 2.5 രൂപയുണ്ട് എൻ്റെ കയ്യിൽ. ഒരാൾ 2 രൂപയുടെ തന്നാൽ ഇപ്പൊ എൻ്റെ കയ്യിൽ എത്ര രൂപയാവും? 4.5 ആവത്തില്ല, 2.5. 2.5 രണ്ടും അപ്പൊ എത്രയായി? 4.5. ഇതെത്ര മോനെ? 2.5യിൽ നിന്നും 2 പോയാൽ എത്ര? നോക്കിക്കോ, 2.5. ഒന്ന് കണ്ടോണേ, 2.5 പ്ലസ് 2 എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൂട്ടേണ്ടത് കേട്ടോ. നമ്മുടെ മനസ്സിൽ കൂട്ടുന്നതിലുള്ള കുഴപ്പം കൊണ്ട് ആൻസർ തെറ്റും. 2.5ഉം 2 കൂടെ കൂട്ടാൻ പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടേണ്ടത്. അപ്പൊ 0.5 ഇവിടെ എത്ര? 4. അടുത്ത 2.5ൽ നിന്ന് 2 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പൊ എത്ര കിട്ടും മോനെ? 0.5. ഓക്കെ, ഇനി 4.5ഉം 0.5 ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ 45നെ ആരും കൊണ്ട് ഇൻറ്റു ചെയ്യണം? 5 കൊണ്ട്. പോയിന്റ് ഇല്ലാതെ സൈഡിൽ പോയി ഇൻറ്റു ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിന്റെ വലത്തുനിന്ന് ഇടത്തോട്ട് 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടണം. 2 എണ്ണത്തിന് കാരണം ഇവിടെ പോയിന്റ് 1, ഇവിടെയും പോയിന്റ് 1. അപ്പൊ എത്ര ഉണ്ട് മോനെ? 2. ഒന്ന് പറഞ്ഞു എളുപ്പം ചെയ്ത്. 5 ഇൻറ്റു 5 എത്ര? 25. സിസ്റ്റം 2. 5 ഇൻറ്റു 4 20. ഈ 2 ചേരുമ്പോൾ 22. ആൻസർ വരുമ്പോൾ 3.14 ഇൻറ്റു 2.25. ഇനി ഇത് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യണം കേട്ടോ. വീട്ടിൽ ചെയ്യണം കേട്ടോ. എന്ന് പറഞ്ഞാൽ 314നെ 225 കൊണ്ട് എന്ത് ചെയ്യണം മോനെ? ഇൻറ്റു ചെയ്തിട്ട് വലത്തുനിന്ന് ഇടത്തോട്ട് എത്ര ഡിജിറ്റ്? 4 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടുമ്പോൾ ആൻസർ ആവും എത്രയും സെന്റിമീറ്റർ സ്ക്വയർ. ഒന്നുകൂടെ പറഞ്ഞിട്ട് മുഴുവൻ ആൾക്കാർ നോക്കാതെ എഴുതണം. ഇങ്ങോട്ട് നോക്കിയേ ചെയ്യരുത്, ഞാൻ നോക്കും കേട്ടോ. ശ്രദ്ധിച്ചോ? ഏരിയ ഓഫ് സർക്കുലർ റിംഗ് എന്താണ്? പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ. ഞാൻ പറഞ്ഞു അതിന് ഒന്നുകൂടെ എഴുതിയാൽ ഇച്ചിരി എളുപ്പമാണ്. പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ പ്ലസ് ആർ ഇൻറ്റു ആർ മൈനസ് ആരാമനെ ആർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ സർക്കിളിലോട്ടുള്ള റേഡിയസ് 2.5, ചെറിയ സർക്കിളിലോട്ടുള്ള റേഡിയസ് എത്ര? 2. ഓക്കെ, അപ്പം അത് രണ്ടും എഴുതി, ഫോർമുല എഴുതി, ഈ ഫോർമുലയും കൂടെ എഴുതി. അപ്പൊ ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് 2.5ന്റെ സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കാൻ നടക്കണം. അത് ഒഴിവാക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ. ഓക്കെ, ആർ പ്ലസ് ആർ ഇൻറ്റു ആർ മൈനസ് ആർ, ആർ പ്ലസ് ആർ, ആർ മൈനസ് ആർ,
ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 4.5, ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ 0.5. ഇത് തമ്മിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 45 × 5 സൈഡിൽ പോയി ചെയ്യുമ്പോൾ 225, 2 ഡിജിറ്റ് മാറ്റുമ്പോൾ 2.25, പൈക്കും വാല് കൊടുത്ത് 3.14. ഇനി ഇത് സൈഡിൽ പോയി ഇന്ത്യ ചെയ്തിട്ട് ഫൈനൽ ആൻസർ എഴുതണം കേട്ടോ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് വൃത്തിയായിട്ട് ഒന്നുകൂടെ നോക്കണം ഫുൾ, എന്നിട്ട് നോക്കാതെ എഴുതണം, അല്ലാതെ നോക്കിക്കൊണ്ട് എഴുതണ്ട. ഓക്കെ, ക്വസ്റ്റ്യൻ കേൾക്കാം, വളരെ ഇമ്പോർട്ടന്റ്. ദ ലെങ്ത് ഓഫ് എ കോഡ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം നിങ്ങൾക്ക് ഇതൊക്കെ പുതിയതാണ്, എളുപ്പമല്ല, മനസ്സിലാക്കാൻ അത്ര ഈസി അല്ല. The length of a chord of a circle 3 centimeter away from the center is 4 centimeter. Find the area of the circle. When find the area of circle, ഏത് ക്വസ്റ്റ്യൻ വന്നാലും ക്വസ്റ്റ്യന് മുന്നുള്ള ഭാഗം എന്താ നമുക്ക് അറിയില്ലെങ്കിലും ഏരിയ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏരിയയുടെ ഫോർമുല എന്തായിരുന്നു? സർക്കിളിന്റെ ഏരിയയുടെ ഫോർമുല πr². ഫസ്റ്റ് ടൈം വളരെ ഫാസ്റ്റ് ആയിട്ട് പറയണം. ഏരിയ ഓഫ് സർക്കിൾ ഈസ് πr². പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് സർക്കംഫറൻസ് ഈസ് 2πr. രണ്ടും പഠിച്ചോണം. സർക്കംഫറൻസ് 2πr, ഏരിയ πr². അപ്പൊ πr². അപ്പൊ ഏരിയക്ക് ആരെയാ വേണ്ടത്? πr² ആരെയാ വേണ്ടത്? റേഡിയസ്. നിങ്ങൾക്ക് റേഡിയസിനെ കിട്ടാനുള്ള മാർഗം ഉണ്ടോ നോക്കണം. ഇവിടെ എവിടെയാലും റേഡിയസ് ഒന്നുണ്ടോ മോനെ? പക്ഷെ ഈ ഫിഗർ വരച്ച് ഈ ഫിഗറിനുള്ളിൽ ഇവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അവിടെ 4 പേരും അതാ മാത്സ്. കാണാത്ത കാര്യത്തിനെ കണ്ടുപിടിച്ച് പ്രോബ്ലം ചെയ്യണം. അപ്പൊ അതിനെ പടം വരച്ച് നമ്മൾ ചെയ്തു തരുമ്പോൾ നമുക്ക് ആ സ്കിൽ ഇങ്ങനെ ഡെവലപ്പ് ആവും. അവർ തന്ന ഫിഗർ വരയ്ക്കാൻ പോവാണേ, ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ എല്ലാവരും ചെയ്യാം. ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. മോനെ സർക്കിൾ വരച്ചു, എന്നിട്ട് സെന്റർ. ഇനി നോക്കിക്കേ, the length of a chord. മോനെ ഇവിടെ length of a chord of a circle is 3 centimeter away is 4 centimeter എന്ന് പറഞ്ഞാൽ ഈ കോഡിന്റെ നീളം എത്രന്ന് അറിഞ്ഞിരിക്കുക? 4. കോഡിന്റെ നീളമാണ് എത്ര? 4. അങ്ങോട്ടുള്ള അകലമാണ് എത്ര മോനെ? 3. അത് നിങ്ങൾ തിരിച്ചെഴുതും. കാരണം ലെങ്ത് ഓഫ് എ കോഡ് എന്ന് വന്നേക്കുന്നിട്ട് ആദ്യം നമ്പർ ഏതാ വന്നേക്കുന്നത്? 3. അപ്പൊ നിങ്ങളുടെ ആയിരിക്കും നീളം, കോഡിന്റെ നീളം 3 ആണെന്ന്. അല്ല, ഇതിന്റെ മലയാളത്തിലുള്ള മീനിങ് എന്താണെന്നറിയാമോ? 3 സെന്റിമീറ്റർ അകലത്തിൽ നിൽക്കുന്ന കോഡിന്റെ നീളം 4. മനസ്സിലായല്ലോ? 3 സെന്റിമീറ്റർ അകലെ നിൽക്കുന്ന കോഡിന്റെ നീളം എത്ര? ഇവിടുത്തെ കോഡിന്റെ നീളം എത്ര? 4. അല്ലാതെ കോഡിന്റെ നീളം തുടങ്ങിയിട്ട് ആദ്യം കാണുന്ന നമ്പറിനെ കോഡിന്റെ നീളമായിട്ട് എടുക്കല്ലേ. ഈ 4 എന്ന് പറഞ്ഞ ലെങ്ത് ഓഫ് ദ കോഡ് ഈസ് എത്ര? 4. അപ്പൊ ഇത് 4, ഇത് എത്ര മോനെ? 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ റേഡിയസ് വേണം കേട്ടോ. ഇപ്പൊ എ എന്നും ബി എന്നും ആണെങ്കിൽ, ഇത് ഒ എന്നും ആണെങ്കിൽ, ഇതാണ് നമ്മുടെ ആരാ മോനെ? റേഡിയസ്. ഈ നീളത്തിനാണ് ആരെന്ന് വിളിക്കുന്നത്? റേഡിയസ്. ഇത് നിങ്ങൾക്കറിയാം, റൈറ്റ് ട്രയാങ്കിൾ. ഇങ്ങനെ കോഡിന്റെ നീളത്തിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ പൈതഗോറസ്. മറന്നുപോലെ, കോഡിന്റെ നീളത്തിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വന്നാൽ ആരായിരിക്കും? ഇതൊക്കെ ഇനി വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ട, എക്സാമിന് വന്നിരിക്കും. ഇതൊക്കെ ഒരിക്കലും വരാതിരിക്കത്തില്ല കേട്ടോ. അപ്പൊ കോഡിന്റെ ലെങ്ത് തന്ന് ക്വസ്റ്റ്യൻ ഏത് മെത്തേഡിൽ കൂടെ ചെയ്യുന്ന? പൈതഗോറസ്. അപ്പൊ നോക്കിക്കേ, പൈതഗോറസിലെ ഈ ആർ എന്ന് പറഞ്ഞാൽ ആരാ മോനെ? പൈതഗോറസിലെ ഇവിടുത്തെ ഈ ആർ എന്ന് പറഞ്ഞാൽ ആരാ? ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് എങ്ങനെ തിരിച്ചറിയും? 90യുടെ എതിർവശം. ഓക്കെ, ഇതെത്ര മോനെ? ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ഇതിനെ ആരെന്ന് വിളിക്കും? ബേസ്. ടോട്ടൽ എത്ര മോനെ ഇത്? അപ്പൊ ഇത് 2, ഇത് എത്ര? 2. ഓക്കെ, അപ്പൊ നമ്മുടെ ബേസ് 2 കിട്ടി, ഓൾട്ടിറ്റ്യൂഡ് എത്ര കിട്ടി മോനെ? 3 കിട്ടി. അപ്പൊ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയ ആറിനെ കിട്ടുന്നില്ലയോ? Therefore r equal to root of base square plus altitude square. ഇപ്പോഴേ ശ്രദ്ധിച്ചു തുടങ്ങിക്കോണം, നോക്കാതെ എഴുതാനുള്ള പ്രാക്ടീസ് നേടിക്കോണം. അല്ലാതെ നോക്കിക്കൊണ്ട് എഴുതരുത്. ഞാൻ നോക്കുന്നു, ഞാൻ പറഞ്ഞു. എല്ലാവരും കണ്ടല്ലോ, ആദ്യത്തെ സ്റ്റെപ്പ് ഓർത്ത് വെക്കണം, അടുത്ത സ്റ്റെപ്പ് ഓർത്ത് വെക്കണം. എല്ലാ സ്റ്റെപ്പും ഓർത്തിട്ട് മുഴുവൻ എഴുതാൻ ശ്രമിക്കണം, നോക്കാതെ. ഓക്കെ, ബേസ് ഇനി നിങ്ങൾക്ക് പറയാം. പറഞ്ഞോ, ബേസ് ഇവിടെ എത്ര? എളുപ്പം പറയാം. ബേസ് ഇവിടെ എത്ര? 2. 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ റൂട്ട് ഓഫ് പറ ഈക്വൽ റൂട്ട് ഓഫ് ആരാ? 13. വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? മനസ്സിലായില്ലയോ? റേഡിയസ് കിട്ടിയ വഴി മനസ്സിലായല്ലോ. ഫിഗർ വരയ്ക്കുമ്പോഴല്ലയോ റേഡിയസ് കിട്ടിയത്? അല്ലാതെ ഫിഗർ വരയ്ക്കാതിരുന്ന റേഡിയസ് കിട്ടുമോ? ഇല്ല, ഫിഗർ മസ്റ്റ് ആണ്. ഓക്കെ, റേഡിയസ് കിട്ടിയാൽ പിന്നെ ഏരിയക്ക് ബുദ്ധിമുട്ടുണ്ടോ?
പറഞ്ഞു ഏരിയയുടെ ഫോർമുല പറഞ്ഞു. ഏരിയ ഈസ് ഈക്വൽ ആരാ പൈ ആർ സ്ക്വയർ പൈ ഇൻറ്റു റൂട്ട് 13 സ്ക്വയർ. റൂട്ട് 13 സ്ക്വയർ വെറും 13 അല്ല, റേഡിയസ് റൂട്ട് 13. അപ്പൊ റൂട്ട് 13 സ്ക്വയർ എത്ര? റൂട്ട് 13 സ്ക്വയർ എത്ര? 13. അറിയാലോ, റൂട്ടും സ്ക്വയറോട് വന്ന് വെട്ടിപ്പോയി, അകത്തേത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, റൂട്ടും സ്ക്വയറും തമ്മിൽ വെട്ടിപ്പോയി 13. ഇവിടെ ആരുണ്ട്? പൈ. ആൻസർ ആരെ കിട്ടുമോനെ? പൈ ഇൻറ്റു 13. പൈ ഇൻറ്റു 13. ആൻസർ ആരാ? 13 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പൈക്ക് ആരെ കൊടുത്ത് ചെയ്യണം? ആരാ? പൈയുടെ വാല്യൂ എത്ര? 3.14. അപ്പൊ പൈ ഇൻറ്റു 13 ഇൻറ്റു 3.14 ചെയ്യണം കേട്ടോ. 13 ഇൻറ്റു 3.14. നിങ്ങളപ്പോൾ 314 ആരും കൊണ്ട് എന്ത് ചെയ്യണം? 13 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് എന്ത് ചെയ്യണം? എത്ര അക്കം മാറ്റി, എത്ര ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടണം? 2 ഡിജിറ്റ്. എന്തുകൊണ്ടാ? ഇവിടെ പോയിന്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ എക്സാം ചെയ്യാവുള്ളൂ. ധൃതി പിടിച്ച് പോയി ചെയ്തു പോകുന്ന സമയത്ത് ഇത്ര കിട്ടിയുള്ളൂ, നിർത്തിയേക്കണം. എന്നിട്ട് അടുത്ത ദിവസത്തിലോട്ട് പോകണം. സമയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഒന്നുകൂടെ കേട്ടോ, നല്ലൊരു ഫിഗർ വരയ്ക്കണം. ഫിഗർ മാത്രം നോക്കി വരച്ചിട്ട് നോക്കാതെ ബാക്കി ചെയ്യണം. എന്തൊക്കെയാ മോനെ? റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരാന്ന് ബ്രാക്കറ്റ് എഴുതി കാണാം. ഹൈപ്പോട്ടന്യൂസ് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് altitude square root of 2 square plus 3 square 4 plus 9 root of 13. Therefore area is equal to pi r square, that is pi into root 13 square becomes pi into 13. Answer is 13 pi, that is 13 into 3.14. Okay, cheyde. Okay, find the difference between the area of circle and the area of square in the figure. നിങ്ങളുടെ ഇതിനുള്ളിൽ 2 ഫിഗറുകളെ കാണുന്നുണ്ട്. ഒന്നാമത്തെ ഫിഗർ ആരാ മോനെ? സർക്കിൾ. രണ്ടാമത്തെ ഫിഗർ ആരാ? സ്ക്വയർ. എന്നിട്ട് ഈ 2 ഏരിയാസുകളുമുള്ള വ്യത്യാസം, ഡിഫറൻസ് ചോദിച്ചാൽ 2 പേരുടെയും ഏരിയ കണ്ടുപിടിക്കണം. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം, സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്യണം. ഓക്കെ, സർക്കിളിന്റെ ഏരിയക്ക് വേണമെങ്കിൽ ആര് വേണം? സർക്കിളിന്റെ ഏരിയക്ക് ആരാ വേണ്ടത്? ആരെയാ വേണ്ടതെന്ന് ചോദിച്ചാൽ റേഡിയസ്. ഫോർമുല ആരെന്ന് ചോദിച്ചാൽ പൈ ആർ സ്ക്വയർ. അങ്ങനെയാ പറയേണ്ടത്. സർക്കിളിന്റെ ഏരിയക്ക് ആരെയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ആരാ? റേഡിയസ് വേണം. കാരണം ഫോർമുല ആരാ മോനെ? പൈ ആർ സ്ക്വയർ. ഓക്കെ, ഇപ്പൊ റേഡിയസ് ഇവിടുന്ന് കിട്ടാനുള്ള മാർഗം ഈ ഫിഗറിലുണ്ടെങ്കിൽ പറമോനെ ഇത് ടോട്ടൽ 4 ആണ്. റേഡിയസ് എത്ര എന്ന് പറയാമോ? 2. കാരണം ഈ 4 സർക്കിളിന്റെ ചോദിക്കുമ്പോ ആരാ? ഡയമീറ്ററാ. ഇയാളാ സർക്കിളിന്റെ ആരാ? ഇപ്പൊ ഡയമീറ്റർ എത്ര തന്നിട്ടുണ്ട്? 4. റേഡിയസ് എത്ര? 2. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും. ഹിയർ ഞാനിപ്പോൾ ഡയമീറ്റർ ഓഫ് ആരാ മോനെ? സർക്കിൾ ഈക്വൽ എത്ര? 4. therefore radius are equal to diameter by 2, that is 4 by 2. എത്ര മോനെ? 2. therefore ആരെ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് സർക്കിൾ. ഫോർമുല എളുപ്പം പറ. പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ, that is പൈയുടെ വാല്യൂ എത്ര? 3. ആർ എത്ര മോനെ? 2. that is 2 സ്ക്വയർ, that is 3.14 into എത്ര? 4. അത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ആറിന്റെ ഏരിയ കിട്ടും. സർക്കിൾ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ എഴുതുന്നത്. ഡയമീറ്റർ 4, റേഡിയസ് 2, ഏരിയ പൈ ആർ സ്ക്വയർ. പൈയുടെ വാല്യൂ 3.14 into 2 സ്ക്വയർ. 2 സ്ക്വയർ is 4. 4 into 3.14 കണ്ടുപിടിക്കണം. ഓക്കെ, മറ്റൊരു ഇതിലൂടെ ശ്രദ്ധിക്കാനുണ്ടേ മോനെ. സ്ക്വയറിന്റെ ഏരിയ വേണമെങ്കിൽ ഇയാളെന്ന് പറഞ്ഞ സ്ക്വയറിന്റെ ആരാ മോനെ? ആരാ? ഡയഗണൽ. ശ്രദ്ധിച്ചിരിക്കാൻ ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ സ്ക്വയറിന്റെ ഏരിയ പഠിച്ചേക്കുന്നത് ഏരിയ ഓഫ് ആരാ? സ്ക്വയർ. നമ്മൾ പഠിച്ചേക്കുന്നത് ആരെന്നാ മോനെ? എ സ്ക്വയർ എന്നാണ്. ആരാ? പക്ഷെ എ അറിയാമോ? എ എന്ന് പറഞ്ഞാൽ ഈ നീളവാ. ഇവിടെ അതുണ്ടോ? ഇല്ല. ഇതാ നമ്മുടെ എ പക്ഷെ നമ്മുടെ ഇല്ല. അപ്പൊ എ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. എങ്ങനെയാന്ന് കേട്ടോ. ഈ തന്നേക്കുന്ന 4 ആരാ മോനെ? ഡയഗണൽ ഓഫ് ആരാ? സ്ക്വയർ. എത്ര? 4. സ്ക്വയറിന്റെ ഡയഗണലിൽ നിന്നും സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കാം. എല്ലാവരും ഞാൻ ഈ പറയുന്ന സെന്റൻസ് കേൾക്കുന്നുണ്ടോ? എന്തായിരുന്നു? സ്ക്വയറിന്റെ ഡയഗണലിൽ നിന്നും സ്ക്വയറിന്റെ 1 സൈഡിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കിക്കോണേ. therefore 1 സൈഡ് കേട്ടോ. 1 സൈഡ്
ഓഫ് സ്ക്വയർ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ d/√2 എന്നർത്ഥം. ഇയാളാണ് നമ്മുടെ ഡി. ഡയഗണലിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ആരാ ഡി. അപ്പൊ ഇവിടുത്തെ ഡി എത്ര ഡി എത്ര 4. 4നെ ആരും കൊണ്ട് ഡിവൈഡ് ചെയ്യണം? √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സൈഡായി. അപ്പൊ ഡയഗണലിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആരായി? സൈഡായി. അപ്പൊ നമുക്കിവിടെ വൺ സൈഡ് എ കണ്ടോ, വൺ സൈഡ് ഓഫ് സ്ക്വയർ എ ഈക്വൽ എത്ര ഫോർമുല d/√2. ദാറ്റ് ഈസ് ആര് വരും മോനെ? 4/√2. അങ്ങനെ ഇട്ടാൽ മതി, ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇപ്പൊ നമ്മുടെ എ ആയി. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കാം മോനെ? ആരെ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് സ്ക്വയർ. സ്ക്വയറിന്റെ ഏരിയയുടെ ഫോർമുല ആരാ? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈഡിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ സൈഡ് എത്ര കിട്ടിയത്? 4. ദാറ്റ് ഈസ് 4/√2 എന്താണ്? സ്ക്വയർ. 4ന്റെ സ്ക്വയർ അങ്ങനെ 16. √2 സ്ക്വയർ. വാട്ട് ഈസ് √2 സ്ക്വയർ? 2. നമ്മളിപ്പോ മുമ്പേ പറഞ്ഞതാ കണ്ടോ, √13 സ്ക്വയർ. 13 ഉള്ളൂ. √2 സ്ക്വയർ വെട്ടിപ്പോയി, ബാക്കി 2 മാത്രം. ഓക്കെ, 2 എത്ര മതി? ആൻസർ എ കിട്ടിയല്ലോ. ഇപ്പൊ 2 ഏരിയ ആയില്ലയോ? നേരത്തെ ആരുടെ ഏരിയ കിട്ടി, ഇപ്പൊ ആരുടെ ഏരിയ കിട്ടി? Therefore difference between the area കണ്ടുപിടിക്കാമല്ലോ. ഈ കിട്ടിയ ആൻസറിൽ നിന്നും ആരെ മൈനസ് ചെയ്യണം? 8നെ മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ആവും. ഓക്കെ ആണല്ലോ, നല്ല ക്വസ്റ്റൻ ആണ്. ആദ്യം എല്ലാവരും ഇങ്ങനെ സെന്റൻസ് ആണ്. ഡയമീറ്റർ ഓഫ് സർക്കിൾ 4, റേഡിയസ് ഏരിയ സർക്കിൾ, ഡയഗണൽ ഓഫ് സ്ക്വയർ 4. ഡയഗണൽ ഓഫ് സ്ക്വയർ ഇവിടുത്തെ മനെ 4. അയാൾ ആരെന്നാ ഡിനോട്ട് ചെയ്യുന്നത്? ഡി. അങ്ങനെയാണെങ്കിൽ വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ എ വേണമെങ്കിൽ ഡി എ ആരും കൊണ്ട് ഡിവൈഡ് ചെയ്യണം? √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. d/√2 4/√2 ഏരിയ എ സ്ക്വയർ. 4/√2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ 16. √2 സ്ക്വയർ is 2. 16/2 ആൻസർ ഈസ് ആരാ? 8. Therefore difference equal to ഈ കിട്ടിയതെടുത്ത് ആദ്യം എഴുതണം. രണ്ടാമത് ഈ 8നെ എഴുതി എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. വായിക്കാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയ ഓഫ് സർക്കിൾ ആൻഡ് ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ? 6 സൈഡുള്ള ഫിഗർ വരുമ്പോഴേ മിക്കവാറും അത് റെഗുലർ ഹെക്സഗൺ ആണ്. അതിന്റെ ഒക്കെ ഏരിയ നമുക്കിവിടെ അറിഞ്ഞിരിക്കണം കേട്ടോ. മോനെ ഇവിടെ ഏതാ വലിയ ഫിഗർ? ഏതാ ചെറുതും വലുത് ഏതാ? സർക്കിൾ ആണോ റെഗുലർ ഹെക്സഗൺ ആണോ വലുത്? ആരാ? സർക്കിൾ. കാരണം സർക്കിളിനുള്ളിൽ എന്ത് ചെയ്യോ റെഗുലർ ഹെക്സഗൺ നിൽക്കുന്നത്? വലുതാരാ? സർക്കിൾ. അപ്പൊ സർക്കിളിന്റെ ഏരിയയിൽ നിന്നും വേണം റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ എന്ത് ചെയ്യാൻ? മൈനസ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ നമുക്ക് സർക്കിളിന്റെ ഏരിയയ്ക്ക് ആരെ വേണമെന്ന് നമ്മൾ പറഞ്ഞത്? സർക്കിളിന്റെ ഏരിയക്ക് ആരാ വേണ്ടത്? റേഡിയസ്. ഇവിടെ ഉണ്ടോ? ഉണ്ട്. എത്ര? 2. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. ഹിയർ ആരെന്ന് എഴുതാം മോനെ? ഡയമീറ്റർ ഓഫ് ആരാ? സർക്കിൾ എത്ര മോനെ? 4. Diameter is 4. Therefore radius r equal എത്ര? 4/2. 2. Therefore ആരെ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ആരാ? സർക്കിൾ. ഫോർമുല ആരാ? പൈ ആർ സ്ക്വയർ. പൈയുടെ വാല്യൂ എത്രയായിരുന്നു? 3.14 ഇൻറ്റു ആരാ? 2 സ്ക്വയർ. ദാറ്റ് ഈസ് 3.14 ഇൻറ്റു 2 സ്ക്വയർ എത്ര? 4. ഇതൊന്ന് ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 12.56 സെന്റിമീറ്റർ സ്ക്വയർ. ശ്രദ്ധിച്ചിരിക്കണം. ആദ്യത്തെ കഴിഞ്ഞു. ഇനി റെഗുലർ ഹെക്സഗണിന്റെ ഏരിയയുടെ ഫോർമുല ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ 6 × √3a²/4. 6 × √3a²/4. ഇതാണ് ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ. ആരാ? 6 × √3a²/4. ഓക്കെ, ദാറ്റ് ഈസ് നോക്കിയാമനെ ഇതാണ് എ. ഇതാണ് ആരാ? നമ്മുടെ എ. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ഇതാണ് മോനെ. എല്ലാവരും ശ്രദ്ധിച്ചോ? ഈ എ കിട്ടാനുള്ള മാർഗം എപ്പോഴും ശ്രദ്ധിക്കണേ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണേ. രണ്ട് മോനെ, റെഗുലർ ഹെക്സഗണിന്റെ കാര്യത്തിൽ സർക്കിളിന്റെ റേഡിയസ് തന്നെയായിരിക്കും റെഗുലർ ഹെക്സഗണിന്റെ വൺ സൈഡ്. ഒന്നുകൂടെ കേട്ടോ, സർക്കിളിന്റെ റേഡിയസ് തന്നെയായിരിക്കും റെഗുലർ ഹെക്സഗണിന്റെ ആര്? വൺ സൈഡ്. മോനെ ഇതിന്റെ നമ്മുടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 2. അപ്പൊ ഇത് ആരാ മോനെ? 2. ഇത് എത്ര മോനെ? 2. ഇനി ഇത് എത്ര ഡിഗ്രി ആണെന്ന് അറിയാമോ? 60. അപ്പൊ ഇത് 60 ആയിരിക്കും. ഇത് എത്ര? 3 സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഇത് 2, ഇത് 2, ഇത് 2. അപ്പൊ ഈ എത്ര തന്നെയാ? 2. മറന്നു പോകരുത് എപ്പോഴും. അപ്പോൾ റെഗുലർ ഹെക്സഗൺ എപ്പോഴും സർക്കിളിനുള്ളിൽ വന്നാൽ
സർക്കിളിന്റെ റേഡിയസ് തന്നെയായിരിക്കും ഹെക്സഗണിന്റെ വൺ സൈഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ഹിയർ അരമനെ വൺ സൈഡ്, അരമനെ വൺ സൈഡ് ഓഫ് അരമനെ റെഗുലർ ഹെക്സഗൺ ഈസ് ഈക്വൽ എത്ര 2. therefore area എന്തായിരുന്നു ഫോർമുല പറഞ്ഞേ? എളുപ്പം പറ. 6 into √3 a square by 4. ഇതാണ് ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ. ഓക്കെ, that is equal to area of regular hexagon, that is 6 into √3 into a എത്ര മോനെ 2. അപ്പൊ a square എത്ര 2 square by 4, that is 6 into √3 into 2 square എത്ര 4 by 4. 4 എന്തായി പോയി? ക്യാൻസൽ. ബാക്കി ആരുണ്ട്? 6 √3 കിട്ടില്ലേ? ആര് നീട്ടി? 6 √3. 6 √3 നിങ്ങൾ ചെയ്യുമ്പോൾ 6ന്റെ √3യുടെ വാല്യൂ എത്ര മോനെ? 1.73. ഇൻറ്റു ചെയ്യുമ്പോൾ അതിന് ആൻസർ കിട്ടത്തില്ലയോ? ഇനി എന്തായിരിക്കും അപ്പൊ ഫൈനൽ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യണം. ഈ കിട്ടിയതിൽ നിന്നും അയാൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യുമ്പോൾ ഇടയ്ക്കുള്ള ഏരിയ മീൻസ് ഇവിടുത്തെ ഏരിയ കിട്ടുന്ന കേട്ടോ. ഈ ഇടയ്ക്കുള്ള ഏരിയ നമുക്ക് കിട്ടുന്ന കേട്ടോ. ഈ ഇടയ്ക്കുള്ള പോർഷന്റെ ഏരിയ കിട്ടും കേട്ടോ. ഈ ഇടയ്ക്കുള്ളത് ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നുകൂടെ കേട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ഏരിയ സർക്കിൾ ആരാ? പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു 2 സ്ക്വയർ, പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു 2 സ്ക്വയർ 4, 4 ഇൻറ്റു 3.14 കിട്ടി. നെക്സ്റ്റ് ഫിഗർ വരച്ച് ഇവിടെ 2 ഇവിടെ ആണെന്ന് മാർക്ക് ചെയ്യണം 2. എന്നിട്ട് ഹിയർ വൺ സൈഡ് ഓഫ് ദ റെഗുലർ ഹെക്സഗൺ ഈസ് എത്ര? 2. therefore area equal 6 √3 a square by 4, that is 6 into √3 into 2 square by 4. 2 square എത്ര തന്നെയാ? 4. 4 എന്തായി പോയി? ക്യാൻസൽ ആയി. ബാക്കി ആരെന്ന് കിട്ടി? 6 √3, that is 6 into √3യുടെ വാല്യൂ എത്ര? 1.73. ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ. ഇത് തന്നെ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്നുള്ളത് ചെയ്തതാണ്. ഇത് ഏരിയ ആണെന്നുള്ള വ്യത്യാസമുള്ളൂ. മോനെ, സർക്കിളിന്റെ ഏരിയയ്ക്ക് ആരെയാ വേണ്ടത്? റേഡിയസ്. ഈ തന്നേക്കുന്ന ഈ സ്ക്വയറിന്റെ വൺ സൈഡ് അല്ലേ തന്നിട്ടുള്ളൂ. ഈ സ്ക്വയറിന്റെ വൺ സൈഡിനെ ഉപയോഗിച്ചുകൊണ്ട് സർക്കിളിന്റെ റേഡിയസിനെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഒന്നുകൂടെ കേട്ടെ, സ്ക്വയറിന്റെ വൺ സൈഡിനെ തന്നിട്ടുണ്ട് എത്ര? 3. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസിനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം സർക്കിളിന്റെ. ഓക്കെ, ഞാൻ എഴുതാൻ പോകുന്ന സെന്റൻസുകൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ തുടങ്ങുന്ന എല്ലാവരും കണ്ടോണേ. നമുക്ക് ആദ്യം ഗിവൻ ആൻസർ സ്റ്റാർട്ട് ചെയ്യുക. ഗിവൻ വൺ സൈഡ് ഓഫ് ദ ആരെ കിട്ടി മോനെ? സ്ക്വയർ. നമുക്കറിയാവുന്നത് വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ എ ഈക്വൽ ടു ആരെന്ന് എഴുതാം? 3. എല്ലാവരും കാണണം. നോക്കാതിരിക്കുന്നത് ആ പ്രോബ്ലം ചെയ്യാതിരിക്കാനുള്ളതിന്റെ കാരണം. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കാനുള്ള ഒരു കഴിവുകേടുണ്ട്. കഴിവെന്നല്ല ഞാൻ പറഞ്ഞത്, കഴിവുകേട് എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റാതെ വരും. അവിടെ വെച്ച് നമ്മൾ ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുക. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയിരിക്കുകയും എഴുതുന്നത് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ഒരു കഴിവ് നേടിയെങ്കിലേ പഠിത്തം നന്നാവത്തുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ബോറടിക്കുന്നു തോന്നിയാൽ നമ്മളെ പിടികൂടി കേട്ടോ. ഓർത്തോണം, മടി പിടികൂടി എന്നാ. ഓക്കെ, ഇപ്പൊ ഗിവൻ വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് 3, ദാറ്റ് ഈസ് a ഈക്വൽ എത്ര? 3. a തന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഡയഗണൽ ഓഫ് ദ ആരെ കിട്ടുമോനെ? സ്ക്വയർ. ഡയഗണൽ ഓഫ് ദ സ്ക്വയർ d കേട്ടോ. ഡയഗണലിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കേട്ടോണേ, √2 into a എന്നാണ് ഫോർമുല. ഏതാ? √2 into a കേട്ടല്ലോ. √2 into a. അതുകൊണ്ട് നാം കടിക്കണമെന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഡയഗണൽ ഓഫ് ദ സ്ക്വയർ എത്ര മോനെ? √2 into a, ദാറ്റ് ഈസ് √2 into a ഇവിടെ എത്ര മോനെ? 3. അപ്പൊ ആൻസർ ആരെ കിട്ടി? 3 √2. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ച സെന്റൻസ് ഫുൾ ഒന്ന് വായിച്ചേ. ഗിവൻ ഏരിയ എന്താണ്? ഗിവൻ ഏരിയ വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ എത്ര മോനെ? 3. അപ്പൊ നമുക്ക് തന്നേക്കുന്നതാ ഒരു സ്ക്വയറിന്റെ വൺ സൈഡ് ഉണ്ട്, 3. ഇവിടെ നമ്മൾ തന്നെ മോനെ ഇതിനെ കണ്ടുപിടിക്കാൻ പോവാ. നമ്മളിപ്പോ ഇതാ ചെയ്യുന്നത് കണ്ടോ.
ഈ ഡയഗണലിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ തന്നേക്കുന്ന 3യെ ആരും കൊണ്ട് ഇൻറ്റു ചെയ്യണം, √2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഈ നീളം കിട്ടി. ഇതാ നമുക്കിപ്പോ കിട്ടിയ എത്ര മോനെ? 3√2 എന്ന് പറഞ്ഞാൽ ഇത് സ്ക്വയറിന്റെ ആരാ? പക്ഷേ അപ്പൊ ഇതാണ് നമ്മുടെ ഡയഗണൽ. ഈ ഡയഗണൽ എന്ന് പറഞ്ഞ സർക്കിളിന്റെ ആരാ മോനെ? ഇത് ഡയമീറ്റർ. അവിടെയാ നമ്മൾ കത്തേണ്ടത്. സ്ക്വയറിന്റെ ഡയഗണലും സർക്കിളിന്റെ ഡയമീറ്ററും ഒന്ന് തന്നെയാണ്. ഒന്നുകൂടെ കേട്ടെ, സ്ക്വയറിന്റെ ഡയഗണലും സർക്കിളിന്റെ ഡയമീറ്ററും ഒന്ന് തന്നെയാണ്. ശരിയല്ലേ? രണ്ടും ഒന്ന് തന്നെ അല്ലയോ? അപ്പൊ ഡയഗണൽ കിട്ടി എന്ന് പറഞ്ഞാൽ ആരെ കിട്ടിയെന്ന് അർത്ഥം? ഡയമീറ്റർ കിട്ടി. ഡയമീറ്റർ കിട്ടിയാൽ ആരെ കിട്ടും? റേഡിയസ് കിട്ടും. റേഡിയസ് ഉണ്ടെങ്കിൽ ആരെ കിട്ടും? ഏരിയ കിട്ടും. ഇതാണ് വഴി. ഓക്കെ, ഇനി അപ്പൊ ചെയ്യുന്ന പറഞ്ഞ് നെക്സ്റ്റ് അപ്പൊ നിങ്ങൾ പറയും നെക്സ്റ്റ് ഫോർ സ്ക്വയർ നമ്മുടെ ഡയഗണൽ ഓഫ് ദ സ്ക്വയർ കിട്ടി. therefore ഡയമീറ്റർ ഡയമീറ്റർ ഓഫ് ആരാ? സർക്കിൾ. ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ആരെ കിട്ടി? അപ്പൊ ആരെ കിട്ടും? റേഡിയസ്. റേഡിയസ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും മോനെ? ഡയമീറ്റർ ബൈ 2, ദാറ്റ് ഈസ് 3√2 ബൈ 2. അങ്ങനെ ഇട്ടാ മതി. therefore ഇനി ആരാ വേണ്ടത്? ഏരിയ ഓഫ് ആരാ? സർക്കിൾ. ഫോർമുല പൈ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് പൈ ഇൻറ്റു ആർ എത്ര മോനെ? 3√2 ബൈ 2 അല്ലേ? 3√2 ബൈ 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോണേ, പൈ 2. മോനെ ഇയാളുടെ സ്ക്വയർ എന്ന് പറയാമോ? ഇതിന്റെ സ്ക്വയർ എന്ന് പറയാമോ? നിങ്ങൾ ആദ്യം കാണുന്ന നമ്പർ ഏതാ? 3. അയാളുടെ സ്ക്വയർ എത്ര? 9. ഓക്കെ ആണേ. അടുത്തിട്ട് പറഞ്ഞേ √2ന്റെ സ്ക്വയർ എത്ര? 2 ബൈ 2ന്റെ സ്ക്വയർ. ഇപ്പൊ മനസ്സിലായ? ഒരു ഫ്രാക്ഷനൊക്കെ സ്ക്വയർ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന്? ന്യൂമറേറ്ററിന്റെ ഓരോരുത്തരുടെയും സ്ക്വയർ, ഡിനോമിനേറ്റർ കിടക്കുന്ന ഓരോരുത്തരുടെയും എന്ത് കണ്ടുപിടിക്കണം? സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, എന്തെങ്കിലും ക്യാൻസൽ ആകുമോ മോനെ? ഈ 2 കൊണ്ട് 4നെ കട്ട് ചെയ്ത് എത്ര? 2. അപ്പൊ എത്ര കിട്ടും മോനെ? പൈ ഇൻറ്റു 9/2. ദാറ്റ് ഈസ് പൈ ഇൻറ്റു 9/2 എന്ന് പറഞ്ഞാൽ എത്ര മോനെ? 4.5. 4.5 കണ്ടല്ലോ. ദാറ്റ് ഈസ് 4.5 പൈ എന്ന് വേണമെങ്കിൽ നിർത്താം. ഇത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 4.5 ഇൻറ്റു എത്ര മോനെ? 3.14 ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ ആയിക്കോളും. ഓക്കെ.